കൂടുതൽ പരിശോധനയിലേക്ക് പോവുകയാണ്. ഏതായാലും മനാഫ് പ്രതികരിക്കുകയാണ്. അതാണ് അപ്പം ഞാൻ ഒന്ന് മൂവിനെ ചോദിച്ചാട്ടെ. കാരണം ഇത് കണ്ടാൽ തന്നെ അറിയാം, ഇത് പുത്തം പുതിയ ജാക്കിയാണിത്. പുതിയ ജാക്കിയല്ലേ? പുതിയ ജാക്കിയാ നമ്മളത് ആണ്. ആണ്. ഞാൻ ഒന്ന് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്നും കൂടി എന്തൊക്കെ ആണ്, സംശയമില്ല. അതായത് ട്രക്ക് നേരത്തെ ഉണ്ടായിരുന്ന അതേ ഭാഗത്ത് തന്നെയാണ് ഇപ്പോൾ ഇത് കണ്ടെത്തിയിരിക്കുന്നത്. അതെ അതെ, ഇത് നമ്മളെ ജാക്കി തന്നെയാണ്, ജാക്കിയാണ്. ഹലോ, എം എൽ എ വന്നു. മനഫ് എം എൽ എ ഉണ്ട്. അതായത് അർജുനായും വാഹനത്തിനുമായുള്ള തെരച്ചിൽ തുടങ്ങിയിട്ട് 1 മാസത്തോളമാകുന്നു. അതിനിടയിൽ വാഹനത്തിൻ്റെതെന്ന് ഇപ്പോൾ 80% ഉറപ്പിക്കുകയാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന ജാക്കി. അത് അർജുന്റെ വാഹനത്തിൻ്റെതാണ് എന്നതാണ് മുബീനും മനാഫും ഒക്കെ പറയുന്നത്. പുതിയതാണ്, പുതിയ വാഹനമാണ് അത്. ഇപ്പോൾ അർജുനായുള്ള തെരച്ചിലിൽ ഒരു വാഹന ഭാഗം ആദ്യമായി കണ്ടെത്തുകയാണ് അല്ലേ അഭിലാഷ്? ಬ್ಯಾಂಜಿಗೆ ಕೇಳಿದೆ ನಾನು, ಇದನ್ನ ನಮ್ಮ ಗಾಡಿಯಲ್ಲಿ ಈ ಟೈಪ್ ನೀವು ಕೊಟ್ಟಿದ್ದೀರಾ ಅಂತ ಅಲ್ಲ ರೀ, ಬಿಕಾಸ್ ದೇ ಆರ್ ಸಪ್ಲೈಯಿಂಗ್. ನಾವು ಬೇರೆ ಹೊಸ ತಗೊಂಡಿದ್ವಿ ಇದೆಯಾ ಆರಾಮ್ಸೆ ಇವರು ಬೇರೆ ತಗೊಂಡಿದ್ದಂತ ഇപ്പോഴത് തുരുമ്പ് പിടിച്ച അവസ്ഥയിലാണ്. 16-ാം തീയതിയാണ് വെള്ളത്തിൽ പതിച്ചത്. ഇതിപ്പോൾ ഈ ജാക്കി കിട്ടിയത് AK അഭിലാഷ് കേൾക്കാമെന്ന് കരുതുന്നു. ഇത് കിട്ടിയത് ഈ നദിയുടെ ഓരത്തോട് ചേർന്നുള്ള ഭാഗത്താണോ? അർജുന്റെ വാഹനത്തിന്റെ ഭാഗമാണ്. ഇത് കിട്ടിയത് എവിടെ നിന്നാണ്? തീർച്ചയായിട്ടും നേരത്തെ തന്നെ മനാഫ് അടക്കമുള്ള ആളുകൾ പറയുന്നത് ഈ വാഹനം നിർത്തിയിട്ടിരിക്കുന്ന ഒരു ഭാഗമുണ്ട്. ആ ഭാഗത്തിന്റെ നടത്തിയ പരിശോധനയിലാണ് ഇപ്പോൾ ഈ ജാക്കി, അതായത് ഈ ജാക്കി ആ വാഹനത്തിനൊപ്പം ഉണ്ടായിരുന്നത് തന്നെയാണ് എന്നാണ് ഇപ്പോൾ മനാഫ് വ്യക്തമാക്കുകയും ചെയ്തത്. കാരണം ഭാരത് ബെൻസ് വാങ്ങിയ സമയത്ത് കമ്പനി നിരയുന്ന ജാക്കിയല്ല, പിന്നീട് താൻ പണം നൽകി വാങ്ങിയ ജാക്കിയാണ് ഇപ്പോൾ ഇവിടെ കണ്ടെത്തിയിരിക്കുന്നത് എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറയുന്നത്. അതായത് അക്കാര്യത്തിലൊരു സ്ഥിരീകരണം കൂടി വരുന്നു. അർജുൻ ഓടിച്ചിരുന്ന വണ്ടിയിലുണ്ടായിരുന്ന ജാക്കി തന്നെയാണ് ഇത് എന്നുള്ള ഒരു സ്ഥിരീകരണമാണ് മനാഫ് നടത്തുന്നത്. MLA അടക്കമുള്ള ആളുകൾ ഇവിടെ ഉണ്ട്. അവർ ഇക്കാര്യത്തിലൊരു സ്ഥിരീകരണം നൽകാൻ ഈ ഘട്ടത്തിൽ തയ്യാറാവുന്നില്ല എന്നുള്ള മറ്റൊരു വസ്തുതയാണ്. പക്ഷേ മനാഫ് പറയുന്നത് തൻ്റെ ലോറിക്കൊപ്പം ഉണ്ടായിരുന്ന ജാക്കി തന്നെയാണിത്. കാരണം ഇത് വെള്ളത്തിൽ കിടന്ന് തുരുമ്പെടുത്തിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഏതാണ്ട് 1 മാസത്തോളമായി വെള്ളത്തിൽ കിടക്കുന്ന ജാക്കിയാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ നിറമൊക്കെ മാറി നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ സ്ഥിരീകരണം വരേണ്ടത്. പക്ഷേ മനാഫ് കൃത്യമായി പറയുന്നത് ഇത് താൻ വണ്ടി വാങ്ങിയപ്പോൾ പിന്നീട് വാങ്ങിയ വണ്ടിക്കല്ല ഒപ്പമല്ലാത്ത ഒരു ജാക്കി ഞാൻ താൻ വാങ്ങിയിരുന്നു, ആ ജാക്കിയാണ് ഇത് എന്നുള്ള കാര്യം കൂടിയാണ് അദ്ദേഹം പറയുന്നത്. ഏതായാലും നേരത്തെ നടത്തിയ പരിശോധനകളൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ പോലും ഇപ്പോൾ വാഹനത്തിനൊപ്പം ഉണ്ടായിരുന്ന ചില ഭാഗങ്ങൾ കൂടി ഇപ്പോൾ അതിലുള്ള മാർക്കുകൾ നേരത്തെ ആ തടിയിൽ എഴുതിയിരുന്നത് PA1 എന്നാണ്. അങ്ങനെയാണ് അർജുന്റെ വണ്ടിയിലെ ലോഡിൽ രേഖപ്പെടുത്തിയിരുന്ന PA1 എന്നുള്ള അതേ കറുത്ത തടി കഷ്ണങ്ങൾ 8 കിലോമീറ്റർ അപ്പുറത്തു നിന്ന് കിട്ടിയപ്പോൾ അത് സ്ഥിരീകരിച്ചത്. ഒരു ചുവന്ന നിറമെന്നാണ് പറഞ്ഞത്. അതൊന്ന് കഴുകി വൃത്തിയാക്കുകയാണെങ്കിൽ തുരുമ്പ് പിടിക്കാത്ത ഭാഗത്തെ നിറം കൃത്യമായി അറിയാൻ കഴിയും. ഇതിപ്പോൾ അർജുന്റെ വാഹനത്തിലേതാണ് എന്ന് മനാഫ് പറയുന്നു. മുബീനും അവിടെയുണ്ട്. മുബീനാണ് ഈ വാഹനം കൈകാര്യം ചെയ്യുന്നത്. ഇത് രണ്ടാമതായി വാങ്ങിയ സ്പെയർ പാർട്ടായി പിന്നീട് വാങ്ങിയതാണ്. അത് ഈ ലോറിയിൽ ഉണ്ടായിരുന്നതാണ്. അർജുന്റെ വാഹനത്തിലേക്ക്, അർജുനിലേക്കുള്ള നമ്മുടെ യാത്രയിൽ ആദ്യമായി നമ്മുടെ മുന്നിൽ വരുന്ന വസ്തുവാണിത്. അർജുന്റെ വാഹനം കണ്ടെത്താൻ കഴിയും. അർജുൻ ആ വാഹനത്തിനുള്ളിൽ ഉണ്ടോ എന്നറിയാൻ കഴിയും. അർജുൻ എവിടെയാണെന്നറിയാതെയുള്ള തെരച്ചിലാണ് നമ്മൾ ഈ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ തെരച്ചിലിൽ പ്രതീക്ഷ നൽകുന്ന ഒന്നും നമ്മൾ വിട്ടുകളയുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ ആ ചുവന്ന നിറമുണ്ട്. ചുവന്ന നിറമെന്നാണ് മനാഫ് പറഞ്ഞത്. മെറൂൺ കളറിലുള്ള മെറ്റാലിക് പെയിന്റ് അടിച്ചിരിക്കുന്ന ഒരു ജാക്കിയാണ്. ഇതിന്റെ പല ഭാഗങ്ങളിലുള്ള പെയിന്റ് ഇളകിപ്പോയിട്ടുണ്ട്. കാരണം കഴിഞ്ഞ 1 മാസത്തോളമായി ഇത് വെള്ളത്തിൽ കിടക്കുകയാണ്. പക്ഷേ പല ഭാഗത്തും ഇപ്പോഴും ആ കളറിൽ മെറൂൺ കളറിൽ ഇപ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. ഏതായാലും മനാഫ് പറയുന്നത് ഇതിപ്പോൾ ആ ലോറിക്കൊപ്പം ഉണ്ടായിരുന്ന ജാക്കി തന്നെയാണ്. ഭാരത് ബെൻസ് വാങ്ങിയപ്പോഴുള്ള ആ കമ്പനി നൽകിയ ജാക്കിയല്ല, പിന്നീട് താൻ പണം നൽകി വാങ്ങിയ ജാക്കിയാണ് വാഹനത്തിനൊപ്പം ഉണ്ടായിരുന്നത്. ആ ജാക്കിയാണ് ഇത് എന്നുള്ള കാര്യം കൂടിയാണ് അദ്ദേഹം പറയുന്നത്. ഏതായാലും അത്തരൊരു സ്ഥിരീകരണം അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഉറപ്പന്നെ പുതിയ ജാക്കി നമ്മൾ വാങ്ങിയതാ. ആ ലോറിന്റെ തന്നെ ഒരു സംശയമില്ല. ഭാരത് ബെൻസിന് മാത്രമല്ല എല്ലാ ലോറിക്കും ഈ ജാക്കി ഉപയോഗിക്കാം.
ഭാരത് ബെൻസിനായിട്ട് ഒരു ജാക്കി ഉണ്ടാവില്ല. ഇത് എല്ലാ ലോറിക്കും ഉപയോഗിക്കുന്നത്. ഇത് പുതിയ ജാക്കിയാണ്. ഇത് ലോറിക്ക് അല്ലാതെ വേറെ ഒന്നിനും ഉപയോഗിക്കില്ല. എന്തായാലും ടാങ്കർ വണ്ടിന്റെ എന്തായാലും അല്ലല്ലോ. ഇത് നമ്മളെ പുതിയ ജാക്കിയാണ്. മറ്റു 2 ടാങ്കർ ലോറി ഉണ്ടായിരുന്നുള്ളൂ. ലോറി ട്രക്കായിട്ട് വേറെ ഒന്നും ഇല്ലല്ലോ. വേറെ ഒന്നും ഇല്ല. അത് മാത്രമല്ല ഇതേമാരത്തെ ഒരു ജാക്കിയും കൂടി ഉണ്ടാവും ചിലപ്പോൾ. ഒരു വണ്ടിക്ക് 2 സൈഡ് ചിലപ്പോൾ ജാക്കി ഉണ്ടാവും. ഇത് പുതിയ ജാക്കി നമ്മളതാ. അപ്പൊ ഇത് സ്ഥിരീകരിക്കാം. ആണ്. ധൈര്യത്തിൽ ഇതാക്കാം. ഓക്കെ.